ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൈം മണി നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിനെതിരെ ഗുരുതരമായ തട്ടിപ്പ് ആരോപണങ്ങളുമായി നിക്ഷേപകർ രംഗത്ത്. കടമ്പഴിപ്പുറം ആലങ്ങാട് സ്വദേശിനിയായ വീട്ടമ്മയുടെ 90 ഗ്രാം സ്വർണം സ്ഥാപനം അപഹരിച്ചതായാണ് പരാതി. തന്റെ സ്വർണം തിരിച്ചെടുക്കാൻ എത്തിയപ്പോൾ അത് ലേലത്തിൽ പോയി എന്ന മറുപടിയാണ് സ്ഥാപന അധികൃതരിൽ നിന്ന് ലഭിച്ചതെന്ന് വീട്ടമ്മ പറയുന്നു. എന്നാൽ ലേലം വിളിച്ചവരുടെ വിവരങ്ങളോ മറ്റ് രേഖകളോ ഹാജരാക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടില്ല. പലതവണ ബന്ധപ്പെട്ടിട്ടും സ്വർണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ഇവർ ആരോപിക്കുന്നു. ഇതേ തുടർന്ന് ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകി നീതിക്കായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു. കടമ്പഴിപ്പുറം പ്രൈം മണിയുടെ കടമ്പഴിപ്പുറം ബ്രാഞ്ചിൽ ഏകദേശം ഒരു 10-11 പവനോളം സ്വർണം പണയം വെച്ചിട്ടുണ്ടായിരുന്നു. 2023 ഞാൻ ലാസ്റ്റ് പുതുക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവർ തന്നെ വിളിക്കുകയോ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് അവിടുത്തെ ഒരു സ്റ്റാഫ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഗോൾഡിൻ്റെ ലേല ഡേറ്റ് ആയിരുന്നു, അപ്പോൾ ഗോൾഡ് എല്ലാം കൂടെ ഒന്നിച്ച് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, എനിക്ക് വരാൻ പറ്റില്ല പറഞ്ഞപ്പോൾ അവരത് ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ പഴയ പേപ്പർ സൂക്ഷിച്ചാൽ മതി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പഴയ പേപ്പർ സൂക്ഷിച്ച് ഇപ്പോൾ അതിലിടയ്ക്ക് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവരത് ലേലം ചെയ്ത് പോയി, ഗോൾഡ് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു പരാതി കൊടുത്തു. സ്ഥാപനത്തിന്റെ ലൈസൻസ് സംബന്ധിച്ചും സ്വർണം സൂക്ഷിക്കുന്നതിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പണയമായി ലഭിക്കുന്ന സ്വർണം ജീവനക്കാരുടെ പേരിൽ മറ്റു ബാങ്കുകളിൽ പണയം വെച്ച് ഉയർന്ന തുക കൈക്കലാക്കുന്നതായും ഈ പണം ഉപയോഗിച്ച് ആഡംബര വാഹനങ്ങളും ഭൂമിയും വാങ്ങിക്കൂട്ടുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ 10ഓളം ആളുകൾ ഈ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സ്ഥാപനത്തിലേക്ക് മാർച്ചും മറ്റ് പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. തട്ടിപ്പിനിരയായവർക്ക് നീതി ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്ന് വീട്ടമ്മ വ്യക്തമാക്കി. CCN കടമ്പഴിപ്പുറം.